ആദമിൽ നിന്ന് നീ ഇപ്പോൾ എത്തിപ്പെട്ട ഈ അറിവിന്റെ മേഖലകൾ ഏതൊക്കെയുണ്ടോ അതാണ് നിന്റെ സൗജ്. വൈദൻ നുഫൂസു സുവിജത്, നെഫ്സിനെയാണ് ഇണയാക്കപ്പെടുന്നത്. ആണിനെയും പെണ്ണിനെയല്ല ഇണയാക്കപ്പെടുന്നത്. ആണിനെയും പെണ്ണിനെയും അവിടെ ഇണയാക്കുന്നത്. അത് ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞല്ലേ, മിൻ ആയാതിഹി അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ. അവിടെ നെഫ്സ് എന്ന് പറഞ്ഞാൽ തടിയാണ് എന്ന് പറയും, അവിടെ മനസ്സെന്ന് പറയില്ല പേര്. എന്തിനാ ഈ അർത്ഥം മാറ്റാൻ നിൽക്കണമെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ നെഫ്സിൽ നിന്നാണ് നിങ്ങൾക്ക് സൗജന്യ പണിത് തരുന്നത്. നെഫ്സിൽ നിന്നാണ്, മനസ്സിൽ നിന്നാണ്. ആ അസ്വാജുകൾ നമ്മൾ കടന്നു വന്ന അറിവിന്റെ മേഖലകൾ ഓരോന്നും അപഗ്രഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകൽ നിനക്ക് നിയമമാക്കിയിരിക്കുന്നു പ്രവാചക എന്നാണ്. എന്നോടും നിങ്ങളോടാണ് പറയുന്നത്. 1400 കൊല്ലം മുമ്പ് മക്കയിൽ ജീവിച്ചുപോയി മരിച്ചുപോയ മുഹമ്മദിനോട് മാത്രമല്ല, എന്നോടും നിങ്ങളോടും നബിയുടെ ആ തലത്തിൽ നമ്മൾ എത്തിപ്പെടുമ്പോൾ നമ്മളോടാണ് പറയുന്നത്. അതാണ് അത് യാഥാർത്ഥ്യമാക്കേണ്ട ആ തലത്തിൽ നീ എത്തിപ്പെട്ടിട്ടുണ്ട്. അതാണ് ആത്തൈത്ത. അത് ആ മേഖലക്ക് നീ എന്താണോ കൊടുക്കേണ്ടത് അത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്തു വന്ന നീ എന്ത് ചെയ്യണം? ഈ പ്രശ്നങ്ങൾ കൂടി നീ അപഗ്രഥിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത് ഒന്ന് ഒമാ മലക്കത്ത് യമീനുക്ക. ഇന്ന് സൂചനകളെ ഇത് പറയാൻ കഴിയുള്ളൂ. നിന്റെ യമീന് കൈയടക്കി വെച്ചത് അടിമ സ്ത്രീകൾ. അതല്ല ഇപ്പോഴത്തെ അർത്ഥം അല്ലെ? അടിമ സ്ത്രീകളെ ഇഷ്ടം പോലെ, വിവാഹം കൂടി വേണ്ട. ഞാൻ ഇതിലേക്ക് വന്നപ്പോ ഒരു ബുക്ക് എഴുതിയിരുന്നതിലോ ഏതൊരാള്, എനിക്കറിയില്ല ആളാണ്. അടിമ സ്ത്രീകളെ ഇഷ്ടം പോലെ പ്രാപിക്കുക. അപ്പൊ മോമാലി മാഷി ചോദിച്ചു, പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാപിക്കാൻ തന്നെ എനിക്കറിയില്ല. അതിപ്പോ ഞാൻ പ്രത്യേകം പറയണോ? എന്താ എഴുതി വെച്ചിരിക്കണെന്ന് എനിക്കറിയില്ല. 70 7000 ആയാലും കുഴപ്പമൊന്നുമില്ല. എത്രയും നമ്മളെ നാട്ടിലെ അടിമ സ്ത്രീകൾ ഇപ്പൊ ഇല്ലല്ലോ. അപ്പൊ എന്താ ഇവിടുത്തെ ഈ മറ്റേ പേരേക്ക് എടുത്തോളും ആളെ ഞാൻ പറയണില്ല, കാരണം ഇനി അത് കേസാവും. മൂപ്പര് പറഞ്ഞതാണത്. ഇവിടുത്തെ നമ്മള് എന്തായാലും എങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരൊക്കെ അല്ലേ, അതൊക്കെ നമുക്ക് ആ പരിഗണയിൽ ഉൾപ്പെടുത്തി നമുക്ക് ശരിയാക്കാം. അതല്ല മലക്കത്ത് യമീനിക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ ശരിയായ അറിവുകളാണ്. മൂസയോട് ചോദിക്കുകയാണ്, ഒമാ തിൽക്കബി യമീനിക്ക യാ മൂസ, മൂസയെ നിന്റെ യമീനിൽ എന്താണ്? അപ്പോ നമ്മുടെ ശരിയായ ചിന്ത, ബുദ്ധി ഉൾക്കൊണ്ട നമ്മുടെ ശരിയായ അറിവുകളാണ് മാമലക്കത്ത്. ആ നമ്മുടെ എബിലിറ്റീസ്, കഴിവുകൾ, റൈറ്റ്, ശരിയായ മുൽക്കുകൾ, നമ്മിലുള്ള ശരിയായ കഴിവുകൾ ഏതൊക്കെയുണ്ടോ അറിവിന്റെ, ആ കഴിവുകളെയും നമ്മൾ ഉപയോഗിക്കണം. അതും ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകൽ നിനക്ക് ബാധ്യതയാണ്, നിനക്ക് നിയമമാണ്, നിന്റെ ഉത്തരവാദിത്വമാണ് എന്നാണ് പറയുന്നത്. മൂസയുടെ യമീനിൽ എന്താണ്? കാലഹിയാസായ, വടിയാണ്. അത്തവക്കൗബിഹ, അതിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. എന്റെ ആശ്രയം ആ വടിയിലാണ്. വടിയും കുത്തിയിട്ട് നടക്കുക. അതൊക്കെ നമ്മൾ എത്ര വട്ടം മുമ്പ് പറഞ്ഞു പോയതാണ്. അതിന് സാറ് പറയേണ്ട ആവശ്യമില്ല. മൂസയുടെ വടി സമുദ്രം പിളർത്തിയ വടിയാണ്. കാഴ്ചയുള്ളവൻ സമുദ്രം മുറിച്ചു കിടക്കും, അന്ധൻ സമുദ്രത്തിൽ മുങ്ങും. ഇതേ വ്യത്യാസമുള്ളൂ. കാഴ്ചയുള്ളവൻ അറിവിന്റെ സാഗരം മുറിച്ച് മുന്നോട്ട് പോകും, അന്ധൻ വഴിയറിയാതെ കടലിൽ മുങ്ങിപ്പോകും. ഫിർഔൻ അന്ധനാണ്, ഫിർഔൻ കടലിൽ മുങ്ങി, പാവം, വഴിയറിയാതെ കടലിൽ മുങ്ങിപ്പോയി. മിസ്കീൻ. നമ്മളിടയിലുണ്ട് ഒരുപാട് മിസ്കീന്മാർ, പാവം, അറിവിന്റെ ആത്യന്തികത കൈയടക്കി എന്ന് വിചാരിച്ച സാധുക്കൾ. എവിടെയാണ് അറിവിന്റെ സാഗരം? എവിടെയാണ്? അപ്പൊ അതാണ് മലക്കത്തെ യമീനുക്ക, നിന്റെ ശരിയായ കഴിവുകൾ, മുൽക്കുകൾ, അധികാരങ്ങൾ, ബുദ്ധിപരമായ നിന്റെ ശരിയായ കഴിവുകളെയും നീ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം.